നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കോവിഡ് ബാധിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ 3 പേർ കൂടി മരിച്ചു. എന്നാൽ ഞായറാഴ്ച മാത്രം 10 മലയാളികളാണ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ മരിച്ചത്. 6 ഗൾഫ് നാടുകളിലുമായി കോവിഡ് മൂലമുള്ള മരണം 1000 കവിഞ്ഞു. ഇതിൽ 150-ലേറെ മലയാളികളുമാണ്. മലപ്പുറം കോഡൂർ സ്വദേശി ഷംസീർ പൂവാടൻ ദമാം അൽ ഹസയിൽ മരിച്ചു. വയസ്സ് 30 ആണ്. ഇടുക്കി തന്നിമൂട് സ്വദേശി തണൽപുരയിടത്തിൽ സാബു കുമാർ സൗദി ജിസാനിൽ മരിച്ചു. 52 വയസ്സ്. തിരൂർ മൂർക്കാട്ടിൽ സ്വദേശി സുന്ദരം കുവൈറ്റിലാണ് മരിച്ചത്. 63 വയസ്സാണ്. കണ്ണൂർ സ്വദേശി മൂപ്പൻ മമ്മൂട്ടി, തൃശൂർ സ്വദേശി മോഹനൻ, അഞ്ചൽ സ്വദേശി വിജയനാഥ്, ചങ്ങരംകുളം സ്വദേശികളായ അബൂബക്കർ ചുള്ളിപ്പറമ്പിൽ, മൊയ്തൂട്ടി, പെരിന്തൽമണ്ണ സ്വദേശി PTS അഷ്റഫ്, പത്തനംതിട്ട സ്വദേശി പവിത്രൻ ദാമോദരൻ എന്നിവർ ഞായറാഴ്ചയാണ് മരിച്ചത്. ഇതുവരെയുള്ള കണക്കനുസരിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് മൂലം മരിച്ചവർ 1082 സൗദിയിലാണ് ഏറെയും മരണം, 505 പേർ. UAE-യിൽ 267 പേരും കുവൈറ്റിൽ 212 പേരും മരിച്ചു. ഗൾഫ് നാടുകളിലാകെ ഇതുവരെയായി 2.20 ലക്ഷത്തിലേറെ പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗികളുടെ കാര്യത്തിലും സൗദി തന്നെയാണ് മുൻപന്തിയിൽ. 84,000 പേരാണ് അവിടെ കോവിഡ് ബാധിച്ച് രോഗികളായിട്ടുള്ളത്. 56,910 പേരുള്ള ഖത്തർ 2ാം സ്ഥാനത്തും 34,577 രോഗികളുള്ള UAE 3ാമതുമാണ് കോവിഡ് രോഗികളുടെ കണക്കനുസരിച്ച് മുന്നിൽ നിൽക്കുന്നത്. രോഗമുക്തി നേടിയവരുടെ എണ്ണം എല്ലായിടത്തും കൂടുന്നുണ്ട് എന്നതാണ് ഈ കണക്കുകൾക്കിടയിൽ നേരിയ ആശ്വാസം നൽകുന്ന കാര്യം. UAE-യിൽ ഞായറാഴ്ച 661 പുതിയ COVID-19 കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. സുഖം പ്രാപിച്ചവരുടെ എണ്ണം 17,932 ആയി. സൗദി അറേബ്യയിൽ 23 പേരാണ് ഞായറാഴ്ച മരിച്ചത്. 1,877 പേരിൽ കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ സംഖ്യ 85,261 ആയി. സൗദിയിൽ ആകെ സുഖം പ്രാപിച്ചവരുടെ എണ്ണം 62,442 ആയി. ഖത്തറിൽ ഞായറാഴ്ച 1,648 പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 2 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 38 ഉയർന്നു. കുവൈറ്റിൽ 7 പേരാണ് ഞായറാഴ്ച മരിച്ചത്. 851 പേരിൽ കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗികളുടെ എണ്ണം 27,043-ലെത്തി. സുഖം പ്രാപിച്ചത് 11,386 പേരാണ്. ഒമാനിൽ 2 പേർ കൂടി മരിച്ചതോടെ മൊത്തം മരണസംഖ്യ 44 ഉയർന്നു. 1,014 പേരിൽ കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ സംഖ്യ 11,014 ബഹ്റൈനിൽ 495 പേർക്കാണ് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചത്. ആകെ ചികിത്സയിലുള്ളത് 4,597 പേരാണ്. 6,273 പേർ സുഖം പ്രാപിച്ചു. 18 പേരാണ് ബഹ്റൈനിൽ ഇതുവരെയായി മരിച്ചത്. ഈ കണക്കുകൾക്കിടയിൽ മലയാളികളുടെ കണക്ക് പെട്ടെന്ന് കുതിച്ചുയർന്നതാണ് പ്രവാസികളിൽ ഏറെ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നത്. ഞായറാഴ്ച മാത്രം 10 മലയാളികളാണ് ഗൾഫിൽ മരിച്ചത്. ഇതുവരെ ഗൾഫിൽ മരിച്ച മലയാളികളുടെ എണ്ണം 156 ഉയർന്നു. കൊറോണ പടർന്നതിന് ശേഷമുള്ള ആദ്യ 2 മാസങ്ങൾക്കുള്ളിലാണ് 100 മലയാളികൾ മരിച്ചത്. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിലാണ് 50-ലേറെ മലയാളികൾ വിവിധ രാജ്യങ്ങളിലായി മരിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.